ജില്ലാ സമ്മേളനത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ CPI തിരുവനന്തപുരം ജില്ലാ ഘടകത്തിൽ ജാതി വിവാദമുണ്ടാക്കാൻ ലഘുലേഖ. പാർട്ടിയുടെയും സർക്കാരിന്റെയും പദവികളിലേക്ക് ഈഴവരെയും ദളിത് വിഭാഗങ്ങളെയും പരിഗണിക്കുന്നില്ല എന്നാണ് ആക്ഷേപം. സാമുദായിക സന്തുലനം പാലിച്ചില്ലെങ്കിൽ CPI കരയോഗം കമ്മിറ്റിയായി മാറും എന്നാണ് പ്രചരിക്കുന്ന ലഘുലേഖയിലെ പരിഹാസം. 24 ബ്രേക്കിംഗ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറയായി കണക്കാക്കുന്ന അടിസ്ഥാന വിഭാഗങ്ങളെ സ്ഥാനമാനങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ട് പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിൽ നായർ വാഴ്ചയാണെന്നാണ് CPI ഗ്രൂപ്പുകൾ പ്രചരിക്കുന്ന ലഘുലേഖയിലെ ആക്ഷേപം. 65 അംഗങ്ങളുള്ള CPI തിരുവനന്തപുരം ജില്ലാ കൗൺസിലിലെ 35 അംഗങ്ങളും നായർ സമുദായത്തിൽ നിന്നുള്ളവരാണെന്നാണ് ലഘുലേഖയിലെ ആരോപണം. ജില്ലാ കൗൺസിലിലെ ഈഴവ പ്രാതിനിധ്യം 10-ൽ താഴെ മാത്രം. ജില്ലാ എക്സിക്യൂട്ടീവിലും നായർ മേധാവിത്വമാണെന്ന് ലഘുലേഖ ആരോപിക്കുന്നു. 18 അംഗ ജില്ലാ എക്സിക്യൂട്ടീവിലെ 11 പേരും നായന്മാരാണത്രേ. ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കൗൺസിൽ അംഗങ്ങളിലും 11 പേർ നായർ സമുദായത്തിൽ നിന്നുള്ളവരാണ്. സർക്കാർ പദവികളും നായർ വിഭാഗത്തിനായി സംവരണം ചെയ്തിട്ടുണ്ടോ എന്നും ലഘുലേഖ ചോദിക്കുന്നു. ജില്ലയിൽ നിന്നുള്ള മന്ത്രി, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ, PSC അംഗം, കർഷക കടാശ്വാസ കമ്മീഷൻ, വനിതാ കമ്മീഷൻ അംഗങ്ങൾ, മിൽമ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എല്ലാം നായന്മാരാണ്. ഇതിലെല്ലാം ഉപരിയായി പാർട്ടി ജില്ലാ സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും നായർ സമുദായക്കാരാണെന്നും ലഘുലേഖ ചൂണ്ടിക്കാട്ടുന്നു. ഈഴവ വിഭാഗത്തു നിന്നുള്ള C ദിവാകരനെയും KP ശങ്കരദാസിനെയും വെട്ടിമൂലക്കിരുത്തിയെന്നും ലഘുലേഖയിൽ ആക്ഷേപമുണ്ട്. ജില്ലയിൽ പാർട്ടി കെട്ടിപ്പടുത്തതും ത്യാഗങ്ങൾ സഹിച്ചതും ഈഴവ സമുദായമാണ്. നായർ സമുദായത്തിന് ഇതിൽ എന്ത് പങ്കാണെന്നും ലഘുലേഖ ചോദിക്കുന്നുണ്ട്. എന്തായാലും പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിൽ നായർ ആധിപത്യമാണെന്ന ആക്ഷേപം നാളെ മുതൽ ആരംഭിക്കുന്ന ജില്ലാ സമ്മേളനങ്ങളിൽ വലിയ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. R. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.